നമ്മുടെ കുറുക്കൻ ആന്ത്രോയുടെ ചരിത്രത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്നതും എന്നാൽ വീര്യം നിറഞ്ഞതുമായ എപ്പിസോഡാണിത്. ജാതി വ്യവസ്ഥയും അന്ധവിശ്വാസങ്ങളും കൊടികുത്തി വാണിരുന്ന ആ കാലത്ത് ആന്ത്രോയ്ക്ക് നേരിടേണ്ടി വന്നത് മനുഷ്യരെയല്ല, ഭയത്തെയാണ്. എപ്പിസോഡ് 4. കുറുക്കൻ ആന്ത്രോയെ പിടിക്കാൻ പോലീസിനും നാട്ടുകാർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അക്കാലത്ത് മനുഷ്യരെക്കാൾ പേടിക്കേണ്ട ചിലതുണ്ടായിരുന്നു: അന്ധവിശ്വാസങ്ങളും ഇരുട്ടിലെ ഒടിവിദ്യകളും. മന്ത്രവാദവും ഉടിയനുമൊക്കെ വാണിരുന്ന ആ കാലത്ത് ആന്ത്രോ നേരിട്ട ഒരു വലിയ പരീക്ഷണത്തിൻ്റെ കഥയാണിത്. ഒരു ദിവസം രാത്രി വലിയൊരു തറവാട്ടിൽ നിന്ന് അത്യാവശ്യം കനപ്പെട്ട മുതലുമായി ആന്ത്രോ മടങ്ങുകയായിരുന്നു. കാട്ടുപാതയിലൂടെയുള്ള വരവാണ്. പെട്ടെന്ന് ആകാശത്ത് കാർമേഘം മൂടി അന്തരീക്ഷം ആകെ മാറി. ദൂരെ ഒരു മരച്ചുവട്ടിൽ അനക്കം കണ്ടു. സാധാരണ കള്ളന്മാരാണെങ്കിൽ പേടിച്ച് വിറയ്ക്കും, കാരണം മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഒടിയനാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപം. ഇരുട്ടിൽ മിന്നുന്ന കണ്ണുകളും വിചിത്രമായ രൂപവുമായി നിൽക്കുന്ന ആ പ്രതിഭാസം ആന്ത്രോയെ ഭയപ്പെടുത്താൻ നോക്കി. അന്നത്തെ കാലത്ത് ഒടിയനെ കണ്ടാൽ ആരും ബോധം കെട്ടുവീഴും. പക്ഷേ നമ്മുടെ ആന്ത്രോ വെറുമൊരു കള്ളനല്ലല്ലോ, കുറുക്കനല്ലേ. ഭയത്തിനു പകരം ആന്ത്രോ ആലോചിച്ചത് ഒടിയന്റെ പിന്നിലെ മനുഷ്യനെക്കുറിച്ചാണ്. ആന്ത്രോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോഷണം മുതൽ ഒരു വശത്തേക്ക് എറിഞ്ഞ് ശ്രദ്ധ തിരിച്ചു. എന്നിട്ട് മിന്നൽ വേഗത്തിൽ ഒടിയന്റെ പിന്നിലെത്തി. ഒടിവിദ്യയല്ല, തൻ്റെ കയ്യിലെ കള്ളൻ ബുദ്ധി തന്നെയാണ് വലിയ ആയുധമെന്ന് അവൻ തെളിയിച്ചു. ഒടിയനെന്ന് കരുതി നാട്ടുകാരെ പേടിപ്പിച്ചിരുന്ന ആ വേഷത്തെ ആന്ത്രോ തൻ്റെ കായിക ബലം കൊണ്ട് ഒടിയനെ പോലും തോൽപ്പിച്ച നമ്മുടെ കുറുക്കൻ ആന്ത്രോയുടെ കഥ ഇവിടെ തീരുന്നില്ല. അടുത്തതാണ് അവസാന എപ്പിസോഡ്. ആന്ത്രോയുടെ ജീവിതം മാറ്റിമറിച്ച ആ വലിയ സംഭവം എന്താണ്? കുറുക്കൻ ആന്ത്രോ എന്ന കള്ളൻ അവസാനമായി ചെയ്തതെന്താണ്? അത് കേൾക്കാൻ കാത്തിരിക്കുക. ഫൈനൽ എപ്പിസോഡ് ഉടനെ വരുന്നു.